ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബാച്ചാങ് ഗ്രാമത്തിലാണ്. വിയറ്റ്നാമിലെ പ്രശസ്തമായ സെറാമിക് വില്ലേജാണ് ബാച്ചാങ്. സെറാമിക് പാത്രങ്ങൾ, വലിയ ഭരണികൾ, കരകൗശല വസ്തുക്കൾ എന്നിവയൊക്കെ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഗ്രാമം. നിരത്തി വച്ചിരിക്കുന്നത് അതിമനോഹരമായ ചിത്രപ്പണികൾ ചെയ്ത സെറാമിക് ഭരണികളാണ്. വെള്ളമോ ഭക്ഷണമോ സൂക്ഷിക്കാനുള്ള പാത്രങ്ങളല്ല ഇതൊന്നും. സ്വീകരണ മുറിയെ അലങ്കരിക്കാനുള്ള സുന്ദരമായ പീസ് ഓഫ് ആർട്ടുകൾ. ചെറുതുണ്ട്, വളരെ വലുതുണ്ട്, ഒരേ രൂപത്തിലും നിറത്തിലുമുള്ളതുണ്ട്. സ്വർണം കൊണ്ട് ചിത്രപ്പണികൾ നടത്തിയ ഭരണികൾ വരെ ഇക്കൂട്ടത്തിൽ കാണാം. ഇതൊക്കെ സ്വർണം കൊണ്ട് അലങ്കരിച്ചവയാണ്. വൻ വിലയാണ് ഇതിനെല്ലാം. നൂറ്റാണ്ടുകളായി സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടക്കുന്ന ഗ്രാമമാണ് ബാച്ചാങ്. പരമ്പരാഗതമായി നിലനിൽക്കുന്ന കൈത്തൊഴിലാണത്. എന്നാൽ ഇപ്പോൾ യന്ത്രവൽകൃതമാണ് ബാച്ചാങ്ങിലെ സെറാമിക് വ്യവസായം. വലിയ സെറാമിക് ഫാക്ടറികൾ ഇവിടെയുണ്ട്. സെറാമിക് ടൈലുകളുടെ നിർമ്മാണത്തിലും പ്രശസ്തമാണ് ബാച്ചാങ്. ഇന്നലെ സന്ദർശിച്ച ബായ്ദിൻ പഗോഡയുടെ നിർമ്മാണത്തിനു വേണ്ട സെറാമിക് ടൈലുകൾ നിർമ്മിച്ചതും ബാച്ചാങ്ങിലായിരുന്നു. ചില സ്ത്രീകൾ പാത്രങ്ങൾ തുടച്ചു മിനുക്കി വെക്കുന്നു. ഇതുണ്ടാക്കുന്ന ഒരു സ്ഥലം കാണണം. അതിനായാണ് ഞാൻ നടക്കുന്നത്. ഓരോ കടയിൽ നിന്നും അടുത്തതിലേക്ക് കടക്കുമ്പോൾ സെറാമിക്കിന്റെ വൈവിധ്യമാണ് കാണുന്നത്. കടയിൽ നിന്നും ഇടവഴിയിലേക്കാണെത്തിയത്. ഇവിടെ പണി നടക്കുന്ന ഇടമാണെന്നതിന്റെ ലക്ഷണം കണ്ടാണ് പോകുന്നത്. കുറച്ചുപേർ ഇവിടെ ഇരുന്ന് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. പോട്ടേഴ്സ് വീലിൽ കളിമണ്ണുകൊണ്ടാണ് നിർമ്മാണം. പക്ഷേ അതിന് വലിയ രൂപഭംഗിയൊന്നുമില്ല. കുറച്ചുനേരം നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ഇരിക്കുന്നതൊക്കെ ടൂറിസ്റ്റുകളാണ്. ഡെമോൺസ്ട്രേഷനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരിടമാണ്. ശരിക്കുമുള്ള സെറാമിക് ഉൽപാദന കേന്ദ്രമല്ല ഇത്. ഒരു ഗൈഡുണ്ട്. അവർ ടൂറിസ്റ്റുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. തൊട്ടപ്പുറം ഒരു സ്ത്രീ എന്തോ ഒരു അടപ്പ് കഴുകിയെടുക്കുന്നുണ്ട്. ഇതിവിടുത്തെ തൊഴിലാളി തന്നെയാണ്. പാത്രങ്ങളിൽ കൂട്ടിച്ചേർക്കാനുള്ള ഭാഗം പോളിഷ് ചെയ്തെടുക്കുകയാണിവർ. കടയോടനുബന്ധിച്ച് ഇങ്ങനെ ചെറിയ പണികളൊക്കെയുള്ളൂ. എന്നാൽ വലിയ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് ചെറുവണ്ടികളിൽ ഭരണികളും മറ്റും കൊണ്ടുപോകുന്നത് കാണാം. ഇവിടെ നിന്നും സെറാമിക് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് പണവും നൽകിയാൽ ഇവർ നാട്ടിലേക്ക് അയച്ചു തരും. സുരക്ഷിതമായി അതെത്തിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ബാച്ചാങ് ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇങ്ങനെയുള്ള സവിശേഷമായ നിരവധി വില്ലേജുകളുണ്ട് വിയറ്റ്നാമിൽ. ഞങ്ങൾ കാറിലേക്ക് ചെന്നു കയറി. ഡ്രൈവർക്ക് അടുത്ത സ്ഥലം പറഞ്ഞുകൊടുത്തു. മൊബൈലിൽ നോക്കി സ്ഥലം തിട്ടപ്പെടുത്തുകയാണ് ഇയാൾ. ഞങ്ങൾ യാത്ര തുടർന്നു. ചോ ബൂൺ എന്നൊരു ഗ്രാമത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇവിടെ നിന്നും അധികം ദൂരമില്ല. ചോ ബൂൺ ഗ്രാമത്തിൽ ഒരു ചന്തയുണ്ട്. രഞ്ജു പലപ്പോഴും അവിടെ പോകാറുള്ളതാണ്. എക്കോ പാർക്കിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നും കിട്ടാത്ത ചില സാധനങ്ങൾ ആ നാട്ടുചന്തയിൽ നിന്നും വാങ്ങാം. പൊതിച്ച തേങ്ങ ഉൾപ്പെടെയുള്ള നാടൻ സാധനങ്ങൾ. പച്ചക്കറികളിൽ തന്നെ വിശേഷപ്പെട്ട ചിലത് തിരഞ്ഞെടുക്കാൻ രഞ്ജു പോകുന്നതും ആ മാർക്കറ്റിലാണ്. ഒരു ഉൾനാട്ടിലാണത്. കാർ ചോ ബൂൺ ഗ്രാമത്തിലെത്തി. ഫാം മിടുക്കനാണ്. ഒരു വഴി സംബന്ധിച്ചും അവന് സംശയമില്ല. കൃത്യമായ സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ഇംഗ്ലീഷ് അറിയില്ല, പക്ഷേ ആൾ ബുദ്ധിമാനാണ്. ഗ്രാമത്തിൽ കാറിൽ നിന്നിറങ്ങി. നാട്ടുകാർ മാത്രമേ ഉള്ളൂ. ടൂറിസ്റ്റുകൾ ആരും തന്നെ ഇവിടേക്ക് വരാറില്ല. ചന്തയുടെ പുറത്ത് തെരുവോരത്ത് നാടൻ പലഹാരങ്ങൾ വിൽക്കുന്ന കടകൾ. ഇലയട മുതൽ നിരവധി സാധനങ്ങൾ. ആളുകൾ അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. മാമ്പഴവുമായി സ്ത്രീകൾ. മിക്കവരുടെയും തലയിൽ നോൺല എന്നറിയപ്പെടുന്ന കൂർബൻ തൊപ്പിയുണ്ട്. ഇതാണ് ഗ്രാമീണ സ്ത്രീകളുടെ വേഷം. എല്ലാ കച്ചവടക്കാരികളും നോൺല അണിഞ്ഞിട്ടുണ്ട്. ചന്തയിൽ നിന്നും കുറേയേറെ സാധനങ്ങൾ വണ്ടിയിൽ നിറച്ചു പോകുന്നു ഒരു സ്ത്രീ. ഇവിടെ സ്ത്രീകളുടെ മേധാവിത്വമാണ്.
സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും വിൽക്കുന്നവരുമെല്ലാം സ്ത്രീകൾ തന്നെ. പുരുഷന്മാർ സ്വതവേ അലസരാണെന്ന് തോന്നും. കച്ചവട സ്ഥാപനങ്ങളിലൊന്നും അധികം ആണുങ്ങളെ കാണില്ല. ഞങ്ങൾ ചന്തയിലേക്ക് നടന്നു. വഴിയോരത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചെറുകടകൾ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കൂടുതലും. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരം ചില കുസൃതി വസ്തുക്കളൊക്കെ ഇവിടെ കിട്ടും. നാട്ടിലേക്ക് വരുമ്പോൾ രഞ്ജു അത്തരം ചില സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാറുണ്ടെന്ന് പറഞ്ഞു. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന ചന്തയാണ് ഓർമ്മയിൽ വരുന്നത്. ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും മറ്റുമാണ് ഈ കടയിലെ കച്ചവടം. പഴങ്ങളും പൂക്കളുമെല്ലാം ഉണ്ട് പല കടകളിലായി വിൽപ്പനയ്ക്ക്. രാവിലെയും വൈകുന്നേരവുമായിരിക്കും ചന്തയിൽ ഏറ്റവും തിരക്ക്. ഈ അമ്മൂമ്മയ്ക്ക് വിൽക്കാൻ കുറച്ച് ഇലകളേ ഉള്ളൂ. വാർദ്ധക്യകാലത്ത് വരുമാനമുണ്ടാക്കാനുള്ള തത്രപ്പാട്. ഇപ്പോൾ സമയം 11 മണിയാവാറായിട്ടുണ്ട്. ചന്തയിൽ പോകാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ് ഈ സൈക്കിൾ എന്ന് തോന്നും. നമ്മുടെ നാട്ടിലെ പലവ്യഞ്ജനക്കടകളിൽ ലഭിക്കുന്ന മിക്കതും ഇവിടെയും കിട്ടും. പക്ഷേ നമ്മുടേതിനേക്കാൾ പകുതി വിലയേ ഉള്ളൂ. ഇതിവിടെ തേങ്ങ വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഇങ്ങനെയാണ് തേങ്ങ വിൽക്കുന്നത്. പൊതിക്കാത്ത തേങ്ങയല്ല, പൊതിച്ചിട്ട് ചിരട്ടയോട് കൂടിയതുമല്ല. ചിരട്ട പൊട്ടിച്ചു കളഞ്ഞ് കാമ്പിന് പുറമേയുള്ള തൊലി ചുരണ്ടി നീക്കി ആ കാമ്പ് മാത്രം ഇങ്ങനെ നൽകുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഇത് ഈ വിധമാകാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ഭുതമായി. ഇങ്ങനെയാണ് തേങ്ങ കിട്ടുന്നതെങ്കിൽ വാങ്ങുന്നവർക്ക് എത്ര സൗകര്യമായിരിക്കും. മിക്സിയിലിട്ട് ഒന്നടിച്ചെടുത്താൽ മതി. തേങ്ങ ചുരണ്ടുന്ന ജോലിയൊന്നും ചെയ്യേണ്ടതില്ല. ഇത്തരം ചില ടെക്നിക്കുകൾ ചൈനക്കാർക്കും വിയറ്റ്നാംകാർക്കുമെല്ലാമുണ്ട്. മറ്റൊരാൾ ഇവിടെ ഇരുന്ന് കൈതച്ചക്ക ചെത്തുകയാണ്. ഇതിനുമുണ്ട് ഇവർക്കൊരു ടെക്നിക്. കൈതച്ചക്കയുടെ തണ്ട് ആദ്യമേ ഒടിച്ചു കളയില്ല. ചെത്തുമ്പോൾ പിടിക്കാനുള്ള സൗകര്യത്തിനാണത്. എന്തൊരു കൗശലമാണെന്ന് ചിന്തിക്കുക. നമ്മൾ ആദ്യം തന്നെ വെട്ടിക്കളയുക കൈതച്ചക്കയുടെ ഞെട്ടാണ്. ഇവർ കൈതച്ചക്ക ചെത്തിക്കഴിഞ്ഞ് കൂടിനകത്തിട്ട ശേഷമാണ് ഞെട്ട് മുറിച്ചു കളയുന്നത്. കയ്യുറയൊക്കെ അണിഞ്ഞ് വൃത്തിയോടെയാണ് ജോലികൾ ചെയ്യുന്നത്. ഇവിടെ മുട്ടക്കച്ചവടമാണ്. പലതരം മുട്ടകൾ. ആവശ്യക്കാർ ചെന്ന് അത് എണ്ണി വാങ്ങുന്നു. ചന്തയിൽ നാടൻ കച്ചവടക്കാർക്ക് പോലുമുണ്ട് പ്രൊഫഷണലിസം. മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് കച്ചവടക്കാരിൽ ബഹുഭൂരിപക്ഷവും. ഒരുപക്ഷെ മറ്റെന്തോ ജോലിയിൽ നിന്നുള്ള റിട്ടയർമെന്റിന് ശേഷം ഇവിടെ കച്ചവടക്കാരായി എത്തിയതാവാം. അതിവിസ്തൃതമാണ് ചന്ത. പച്ചക്കറിയുടെ ഒരു സെക്ഷൻ, മത്സ്യമാംസാദികൾക്ക് മറ്റൊരു ഭാഗവുമുണ്ട്. രഞ്ജു പറഞ്ഞത് അവധി ദിവസങ്ങളിൽ ഇവിടെ ജനപ്രവാഹമായിരിക്കുമെന്നാണ്. ഇങ്ങനെ ആളൊഴിഞ്ഞ നിലയിൽ രഞ്ജു ഈ ചന്ത കണ്ടിട്ടേയില്ലത്രേ. ഈ നേരത്ത് രഞ്ജു സാധാരണയായി ജോലിസ്ഥലത്തായിരിക്കുമല്ലോ. ഏതായാലും എനിക്കിതൊരു നല്ല കാഴ്ചയായി. സൂക്ഷ്മമായി നിരീക്ഷിച്ചാലേ ഇവിടുത്തെ കച്ചവടത്തിന്റെ പ്രത്യേകത മനസ്സിലാവൂ. ഇവിടെ ഇതാ മലയാളികൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു സാധനം. മുളംകൂമ്പാണിത്. മുളംകൂട്ടത്തിൽ പുതുതായി പൊട്ടിമുളയ്ക്കുന്ന കൂമ്പ് അടർത്തിയെടുത്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. അതിങ്ങനെ വാഴക്കൂമ്പ് പോലെ അരിഞ്ഞെടുക്കാം. മുളംകൂമ്പ് അഥവാ ബാംബൂ ഷൂട്ട് ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ളവരുടെയും ഒരു പ്രധാന ഭക്ഷണമാണ്. മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, ചൈന തുടങ്ങിയവിടങ്ങളിലെല്ലാം ഇഷ്ടവിഭവം തന്നെയാണിത്. കേരളത്തിലും ചില ആദിവാസി വിഭാഗങ്ങൾ ഇത് ഭക്ഷണമാക്കാറുണ്ട്. നിലക്കടല. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പച്ചക്കറികൾ തന്നെ കൂടുതലും. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണാത്ത ചിലതാണ് ഞാൻ കൂടുതലായും കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതാ അങ്ങനെ ഒരു പരിപാടി. ചെറുപയർ മുളപ്പിച്ച ശേഷം ആ മുള വേർതിരിക്കുകയാണിവിടെ. ഈറ്റ കൊണ്ടുള്ള ഒരു അരിപ്പ. പയർമുളയെ വേർതിരിച്ചെടുത്ത് തൂക്കം കണക്കാക്കി പാക്കറ്റുകളിലാക്കുകയാണ് ഈ സ്ത്രീ.
അതിന് വലിയ ഡിമാൻഡാണ് ഇവിടെ. പയറിനേക്കാൾ വിലയുണ്ടത്രേ മുളയ്ക്ക്. പണം കൊടുത്ത് കുറെ പയർ വാങ്ങും, എന്നിട്ടത് കുതിർത്ത് വെച്ച് മുളപ്പിക്കും. പയറും മുളയും വേർതിരിക്കും. തുടർന്ന് പയർ വാങ്ങിയ വിലയ്ക്കും മുള അതിന്റെ ഇരട്ടി വിലയ്ക്കും വിൽക്കും. ഇതൊക്കെയാണ് ഇവരുടെ കച്ചവട തന്ത്രങ്ങൾ. ചൈനക്കാരും വിയറ്റ്നാംകാരുമെല്ലാം കച്ചവടത്തിലൂടെ ലാഭമുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കർഷകരോ കച്ചവടക്കാരോ ഒരിക്കലും ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത ചില തന്ത്രങ്ങളാണിത്. കച്ചവടക്കാർ ചിന്തിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പയറിന്റെ മുളയൊന്നും തിന്നാറില്ലല്ലോ. സ്ത്രീ ഇവിടെ ഇരുന്ന് പയർമുള തെള്ളിയെടുത്ത് പാക്കറ്റുകളിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. വൈകുന്നേരം മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുമ്പോഴേക്കും കുറെ പാക്കറ്റ് മുള റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് പതിവായി വാങ്ങുന്ന ആളുകൾ ഉണ്ടാവുമെന്ന് ഇവർക്കറിയാം. ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ടെക്നിക്കുകളാണ് ഇവർ സ്വയം വികസിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. മാർക്കറ്റിലെ പച്ചക്കറിയുടെ സെക്ഷനാണിത്. നാട്ടിൽ എന്ത് ഇല കിട്ടിയാലും അത് പറിച്ച് ഇവർ വിൽക്കുകയും ഭക്ഷണമാക്കുകയും ചെയ്യുമെന്ന് തോന്നും. ചന്തയുടെ പുറത്താണ് ഈ അമ്മൂമ്മ ഇരിക്കുന്നത്. ഏതോ പറമ്പിൽ നിന്നും പറിച്ചെടുത്ത കുറേ ഇല അവർ ചെറുകെട്ടുകളാക്കി വെക്കുന്നു. അവരുടെ ജീവിതത്തിനുള്ള പണം ഈ കച്ചവടത്തിലൂടെ കിട്ടുമായിരിക്കാം. ഇതാണ് ഇറച്ചിയുടെ വിഭാഗം. മാംസാഹാരമില്ലാതെ വിയറ്റ്നാംകാർക്ക് ജീവിതമില്ലെന്ന് തന്നെ പറയാം. ഏതൊരു മാർക്കറ്റിലും ഇറച്ചി വിൽക്കുന്ന ഒരു വിഭാഗമുണ്ടാകും. പക്ഷേ ഇവിടെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഇറച്ചി വെട്ടുന്നതും വിൽക്കുന്നതുമെല്ലാം സ്ത്രീകളാണെന്നതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇറച്ചി വെട്ടുകാരായ സ്ത്രീകളെ കാണാറില്ല. ഇതല്ലേ യഥാർത്ഥ സ്ത്രീ സമത്വം? വലിയ ഇറച്ചിത്തുണ്ടുകൾ വെട്ടിമുറിച്ച് ചെറു കഷ്ണങ്ങളാക്കി വെക്കുന്നു. ഈ വിധം പുരുഷന്മാർ ചെയ്യുന്ന ജോലികളെല്ലാം സ്ത്രീകൾ കൂടി ചെയ്യാൻ പ്രാപ്തരാകുന്ന സമയത്തെ സ്ത്രീ സമത്വം യാഥാർത്ഥ്യമാകുന്നുള്ളൂ. വേറൊരു ഭാഗത്ത് മത്സ്യക്കച്ചവടമാണ്. മത്സ്യമാണെങ്കിലും ജീവനുള്ളത് വേണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മീനുകളെ ചെറു ടാങ്കുകളിൽ ഇട്ടിരിക്കുന്നത് കാണാം. പക്ഷേ മത്സ്യത്തെക്കാൾ ഇവിടെ പ്രാധാന്യം മറ്റു ചില ജീവികൾക്കാണ്. ചെറുഞണ്ടുകളെയാണ് ഒരു കടയിൽ വിൽക്കുന്നത്. അതും ജീവനുള്ളത് തന്നെ. വേറൊരിടത്ത് ഒച്ച്, ഞൗണിക്ക തുടങ്ങിയ ജീവികളാണ്. ഇതിനെല്ലാം ജീവനുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ ചലിക്കുന്നത് കാണാം. മറ്റൊരു ഭാഗത്ത് ആഹാരമാകാൻ റെഡിയായി തവളകൾ ഇരിക്കുന്നു. പട്ടിത്തലകളാണ് ഈ ട്രേയിൽ. പട്ടിയിറച്ചിയും ഇവിടുത്തെ പ്രധാന വിഭവമാണ്. പട്ടിമാംസം കണ്ടതോടെ അവിടെ ഇനി അധിക നേരം നിൽക്കേണ്ടതില്ലെന്ന് എനിക്ക് തോന്നി. പുറത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. വലിയൊരു പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ചോ ബൂൺ ഗ്രാമത്തിലെ മാർക്കറ്റ്. അതിലൂടെ നടക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊരു കട കണ്ടത്. തനത് വിയറ്റ്നാമീസ് വിഭവമാണ് വിൽക്കുന്നത്. വിശിഷ്ടമായ മധുരപാനീയം. പല പാത്രങ്ങളിൽ നിന്നും ചേരുവകൾ കുറേശ്ശെയായി ഒരു ഗ്ലാസ്സിലേക്ക് കോരിയിടുന്നു. കട്ടിയുള്ളതും ജെല്ലി പോലെയുള്ളതും കുറുകിയതുമെല്ലാമുണ്ട്. അത് ഗ്ലാസിൽ പല അടുക്കുകളായി നിൽക്കുന്നു. പല നിറങ്ങളിലുള്ള ചേരുവകൾ. അത് മിക്സ് ചെയ്യുന്നത് കണ്ടു നിൽക്കുക തന്നെ രസമാണ്. എല്ലാ പാത്രങ്ങളിൽ നിന്നും കോരിയിട്ട് ഗ്ലാസ് നിറച്ച് ഒരു സ്പൂൺ കൂടിയിട്ട് ആവശ്യക്കാർക്ക് നൽകുന്നു. ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും ഫലം ചെയ്യുന്ന ഒരു സംഗതി. രുചിയോടെ അത് കഴിക്കുന്നു. എന്താണ് സാധനമെന്ന് ഇവർ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നില്ല. ഇന്നെനിക്ക് വിമാനത്തിൽ ദീർഘയാത്ര ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കാമായിരുന്നു. വയറിന് അസുഖം വന്നാൽ വിമാനയാത്ര പ്രശ്നമാകുമല്ലോ.
എന്താണെന്നറിയാൻ ഞങ്ങൾ പല രീതിയിൽ ഇവരോട് ചോദിച്ചു. രഞ്ജു ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. വിയറ്റ്നാമീസിന്റെ ABCD മാത്രമേ രഞ്ജുവിന് വശമുള്ളൂവെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും കാലമായിട്ടും രഞ്ജു വിയറ്റ്നാമീസ് ഭാഷ പഠിച്ചിട്ടില്ല. സ്ത്രീകളാകട്ടെ ഒരു മയവുമില്ലാതെ വിയറ്റ്നാമീസിൽ ഞങ്ങളോട് സംസാരിക്കുന്നു. കേൾക്കുന്നയാൾക്ക് ഭാഷ മനസ്സിലായാലും ഇല്ലെങ്കിലും ഇവർ തങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും നടന്നു. ചന്തയിൽ എല്ലാവിധ ഉൽപ്പന്നങ്ങളുമുണ്ട്. തെരുവിലേക്കിറങ്ങിയപ്പോൾ അവിടെ ഞങ്ങളുടെ കാർ കാണുന്നില്ല. ടാക്സിക്കാരൻ സ്ഥലം വിട്ടോ എന്ന് സംശയമായി. ഇവിടെ കുറച്ചാളുകൾ വട്ടം കൂടിയിരിപ്പുണ്ട്. ഒരു ചായക്കടയാണ്. കട്ടൻ ചായയും ജ്യൂസുമൊക്കെ കുടിക്കുന്നു. മറ്റൊരു പ്രധാന പരിപാടിയുമുണ്ട്. ഇതാണത്. ട്രഡീഷണൽ വിയറ്റ്നാമീസ് പൈപ്പ് വലിക്കുന്നു. ഓപ്പിയം അഥവാ കറുപ്പാണ്. അതിന്റെ ലഹരി അങ്ങനെ വലിച്ചെടുക്കുന്നു. ഓപ്പിയം ഉപയോഗം ഈ നാട്ടിൽ അനുവദനീയമാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ഒരാൾ നല്ല പോലെ വലിക്കുന്നുണ്ട്. വലിക്കാനുള്ള പൈപ്പ് ചായക്കടയിൽ നിന്നും കിട്ടുന്നതാകാം. ഓരോ തവണയും ചെറിയ ഉണ്ടയായി അതിനകത്തേക്ക് കറുപ്പിടുന്നു. പിന്നെ കത്തിച്ചു വലിക്കുന്നു. രഞ്ജുവും അതൊന്ന് പരീക്ഷിക്കുകയാണ്. നാട്ടിൽ ഇതൊന്നും പറ്റില്ലല്ലോ. രഞ്ജു ഇനി പുകയുടെ ലഹരിയിൽ തുള്ളിച്ചാടിയും ചിരിച്ചും നടക്കുമായിരിക്കും. അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എങ്ങു നിന്നോ ഫാമും വന്നെത്തിയിരുന്നു. അയാളുടെ കാറിൽ കയറി ചോ ബൂൺ ഗ്രാമത്തിൽ നിന്നും യാത്ര തുടർന്നു. ഇനി ഞങ്ങൾ പോകുന്നത് മറ്റൊരു ഗ്രാമത്തിലേക്കാണ്. അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ ഒരു കാരണമുണ്ട്. അവിടെ പാമ്പിറച്ചി പാകം ചെയ്തു നൽകുന്ന പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. വിയറ്റ്നാംകാരുടെ ഇഷ്ടവിഭവമാണല്ലോ പാമ്പ്. ഇപ്പോൾ ലേ മാത്ത് എന്ന ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. അവിടുത്തെ ഹങ് സ്നേക്ക് റെസ്റ്റോറന്റാണ് ഇത്. ഇവിടെയാണ് സർപ്പങ്ങളെ പല വിഭവങ്ങളാക്കി പാകം ചെയ്ത് കിട്ടുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. റെസ്റ്റോറന്റിന് സമീപം വലിയ താമരക്കുളങ്ങളുണ്ട്. പ്രത്യേകം വളർത്തുന്ന താമര. പൂവിനു വേണ്ടി മാത്രമല്ല താമരച്ചെടി ഇങ്ങനെ വളർത്തുന്നത്. പൂവ് ക്ഷേത്രത്തിലേക്ക് പോകും. മറ്റൊന്ന് ലോട്ടസ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന താമരക്കായാണ്. ഇലകൾക്കിടയിൽ കോൺ ആകൃതിയിൽ നിൽക്കുന്നതാണ് കായ. അത് ഭക്ഷണത്തിന് ഉപയോഗിക്കും. താമരയുടെ കിഴങ്ങും വിയറ്റ്നാംകാരുടെ ഇഷ്ടഭക്ഷണമാണ്. കുളങ്ങൾക്കരികിലൂടെ ഞങ്ങൾ റെസ്റ്റോറന്റിന്റെ പ്രധാന ഭാഗത്തേക്ക് നടന്നു. ഇവരൊക്കെ റെസ്റ്റോറന്റിലെ ജീവനക്കാരികളാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ലഞ്ചിന്റെ നേരം ആയിട്ടുമില്ല. മേശകസേരകളുടെ എണ്ണം കണ്ടാലറിയാം പാമ്പിനെ തിന്നാൻ ഇവിടെ എത്തുന്ന ആളുകളുടെ ബാഹുല്യം. സ്നേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്യണം, അത് രുചിക്കണം എന്നീ ഉദ്ദേശങ്ങളോടെയാണ് വന്നത്. രഞ്ജു കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു സുന്ദരി ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു നടന്നു. ഇവിടെ ഒരു ചില്ലുകൂട്ടിൽ മൂർഖൻ പാമ്പുകളുണ്ട്. അല്ലാത്തവയും. ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഇപ്പോൾ തന്നെ പിടിച്ച് അറുത്ത് തൊലി പൊളിച്ചു വറുത്തുതരും. പാമ്പിനെ കാണുകയും വിഭവമുണ്ടാക്കുന്ന രീതി കേൾക്കുകയും ചെയ്തതോടെ എന്റെ ചിന്ത മാറി. അതിനെ കൊന്നു വറക്കുന്നത് കാണാൻ ഒരു മടി. ഞാൻ മെല്ലെ ആവശ്യത്തിൽ നിന്നും പിൻവാങ്ങി. വറുത്തുവച്ചിരിക്കുന്ന പാമ്പിറച്ചി ഉണ്ടെങ്കിൽ നോക്കാം. സഞ്ചാരത്തിനു വേണ്ടി പാമ്പിനെ കൊന്ന് അതിന്റെ ചോരയൂറ്റുന്നത് ചിത്രീകരിക്കുന്നതിൽ താല്പര്യം തോന്നിയില്ല. വീണ്ടും പാമ്പിന്റെ കാറിൽ കയറി യാത്ര തുടർന്നു. ഈ യാത്രയിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമുള്ള എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് എനിക്കുള്ള ഫ്ലൈറ്റ്. ഇപ്പോഴാകട്ടെ നേരം 12 മണിയായിട്ടേയുള്ളൂ. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ട്രഡീഷണൽ വിയറ്റ്നാമീസ് റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ അവിടെയൊന്ന് കയറാമെന്ന് ഞാൻ രഞ്ജുവിനോട് പറഞ്ഞു.
ഇവരുടെ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി കിട്ടിയാൽ നല്ലതാണ്. ഭക്ഷണം കഴിക്കാം, ഷൂട്ട് ചെയ്യുകയും ആവാം. ഒരു ട്രഡീഷണൽ റെസ്റ്റോറന്റ് ആണ് കിട്ടേണ്ടത്. രഞ്ജു അത്തരമൊന്ന് മൊബൈലിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാമീസ് ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയാണ് എന്റെ ലക്ഷ്യം. കൂറ്റൻ പാലങ്ങൾ കടന്ന് 8 വരിയുള്ള ഹൈവേയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു.